സീതയെ രാവണൻ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ സീതയുടെ കയ്യിൽ അനസൂയാദേവി കൊടുത്തിരിക്കുന്ന കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയാദേവി 10,000 വർഷം തപസ് ചെയ്തിട്ട് കിട്ടിയ വരദാനമാണ് അംഗരാഗങ്ങളും മാലകളും ആടകൾ പണ്ടങ്ങൾ. അത് മുഴുവൻ സീതയെ അണിയിച്ചിട്ടാണ് അയക്കുന്നത്. സീത കൊട്ടാരത്തിൽ നിന്നൊന്നും എടുത്തിട്ടില്ല. അനസൂയാദേവി കൊടുത്ത ആഭരണങ്ങളുണ്ട്. ഈ ആഭരണങ്ങൾ സീത ആകാശത്ത് വെച്ച് തന്റെ ഉത്തരീയം പൊഴിച്ച് ചീന്തി അതിൽ കെട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോഴാ ഋഷ്യമുഖാചലത്തിന്റെ മേലെ എത്തിയപ്പോ 3 വാനരന്മാർ നിൽക്കുന്നു. അവരുടെ നടുക്കിട്ട് കൊടുത്തു. വാനരന്മാർക്കറിയില്ല ഇത് ആരാ കൊണ്ടുപോയി ആരാ ഇട്ടതെന്ന്. അവരത് സൂക്ഷിച്ചു വെച്ചു. സീതാന്വേഷണത്തിനായി രാമലക്ഷ്മണന്മാർ ഋഷ്യമുഖാചലത്തെത്തി സുഗ്രീവനുമായി സഖ്യം ചെയ്തപ്പോഴാ സുഗ്രീവൻ ജാമ്പവാനും ഹനുമാനും പറഞ്ഞത്, ഞങ്ങൾക്കിങ്ങനെ ഒരു കെട്ട് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളുടെ ഭാര്യ സീതയുടെ ആഭരണങ്ങളാണെങ്കിൽ ഇങ്ങോട്ടാ കൊണ്ടുപോയി രാവണൻ, തെക്കോട്ടാ കൊണ്ടുപോയി ഉറപ്പാ. അങ്ങനെ ഈ കിഴി തുറന്നു നോക്കിയപ്പോൾ തൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ കണ്ട് രാമൻ നിലവിളിക്കുക. ആഭരണങ്ങളോട് പറയാ, എന്നെപ്പോലെ നിങ്ങളും നിങ്ങളുടെ യജമാനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞോ ആഭരണങ്ങളെ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ട് ഇയാൾക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ട് ലക്ഷ്മണനെ വിളിച്ചു ചോദിച്ചു, ലക്ഷ്മണ, ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ കമ്മലല്ലേ? അയ്യോ, ഞാൻ കണ്ടിട്ടില്ല ജ്യേഷ്ഠ, എനക്കറിയില്ല. മാല നോക്കി, അതെനക്കറിയില്ല. വള നോക്കി, എനിക്കറിയില്ല. അരഞ്ഞാണം എനിക്കറിയില്ല. ഒഡ്യാണം എനിക്കറിയില്ല. കൊരലാരം എനിക്കറിയില്ല. ഇതൊന്നും എനിക്കറിയില്ല. അവസാനം പാദസരങ്ങൾ കൊലുസ് കാണിച്ചപ്പോ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെയാ. കാരണം എപ്പോഴും മാതൃതുല്യായിരിക്കുന്നവരെ ഞാൻ പുഷ്പങ്ങൾ സമർപ്പിച്ച് പാദങ്ങൾ തൊഴാറുണ്ട്. അപ്പൊ ഞാൻ ഈ പാദസരം കണ്ടിട്ടുണ്ട്. ഇതാണ് ജ്യേഷ്ഠന്റെ ഭാര്യയും അനുജനും തമ്മിലുള്ള ധാർമ്മികത.